guys, welcome back to my channel. It's me, Hanna. And actually, ഇന്ന് ഞാൻ ശരിക്കും എൻ്റെ ഔട്ട്ഫിറ്റ് ഉണ്ടാ തന്നെ മനസ്സിലാവും എന്തോ ചെയ്യണം കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ കുക്കിംഗ് വീഡിയോയിൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഡ്രീം കേക്കാണ്. ഞാൻ ആക്ച്വലി ഇതൊക്കെ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ ആലോചിച്ചത്. അതുകൊണ്ട് കേക്ക് ടിന്നിലെ ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർ പേപ്പർ കറക്റ്റായി കട്ട് ചെയ്തതിന് ശേഷം കേക്ക് ടിന്നിലേക്ക് കറക്റ്റായി വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് സീവ് ചെയ്തെടുക്കാം. ആൻഡ് ഗൈസ് ഞാൻ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ആൻഡ് ഗൈസ് നമ്മളിപ്പോൾ 1/4 കപ്പ് കൊക്കോ പൗഡറും 1/4 കപ്പ് ഫ്ലോർ എടുക്കണം. അപ്പോൾ നമ്മൾ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് ഇതിലേക്ക് ഫ്ലോർ ഫില്ല് ചെയ്യണം. അതിൻ്റെ നമ്മൾ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിന് ടോട്ടൽ ഇപ്പോൾ 1 കപ്പായിട്ടുണ്ട്. ആ കൊക്കോ പൗഡറൊക്കെ കൂടി കൂട്ടിയിട്ട് നമുക്കിതൊന്ന് ഷേപ്പിലാക്കിയിട്ട് നമുക്കിതൊന്ന് സീവ് ചെയ്തെടുക്കണം. സീവ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. കൊക്കോ പൗഡർ ഒന്നും കൂടെ. ആൻഡ് ഗ്യാസ് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സോറി ഗൈസ്, ബേക്കിംഗ് സോഡയാണ് കേട്ടോ. എനിക്ക് ചില തെറ്റ് പറ്റും, കാരണം നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ വീഡിയോ എടുത്ത്, അതുകൊണ്ടാണ്. ആൻഡ് ഗൈസ് നന്നായിട്ട് അരിച്ചു കൊടുക്കണം. ആൻഡ് ഗൈസ് നമ്മൾ എഗ് യോക്ക് ആൻഡ് എഗ് വൈറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എഗ്ഗ് നല്ലൊരു വലുതായതുകൊണ്ട് നമ്മൾ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ എഗ് വൈറ്റിൽ നമ്മളൊരു പിഞ്ച് സാൾട്ട് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഈ എഗ് യോക്കിൽ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഗൈസ് നമ്മൾ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആൻഡ് ഗൈസ് നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും 1 കപ്പ് പൗഡർ ഷുഗർ ആഡ് ചെയ്യണം, ചെറുതായിട്ട്. ഇപ്പോൾ വീണ്ടും ബീറ്റ് ചെയ്യാം. എഗ് വൈറ്റ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് എഗ് യോക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഗൈസ് നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് പാലും 1/4 കപ്പ് എണ്ണയും കൂടെ കൂട്ടി, പിന്നെ നമ്മൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ ചെറിയ തെറ്റ് പറ്റും, സോറി. അപ്പോൾ 1/4 കപ്പ് ബട്ടറും 1/4 കപ്പ് മിൽക്കും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ നേരത്തെ ഉണ്ടാക്കിയ നമ്മൾ ആ ബാറ്ററില്ലേ, ആ ബാറ്റർ ഇച്ചിരിയും കൂടെ ഇട്ടിട്ട് നമ്മളത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ നമുക്ക് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻറ്റില്ലേ അത് നമുക്ക് കുറേശ്ശെ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി കൂടെ എടുക്കാം. അത് നമ്മളത് മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് നേരത്തെ ഉണ്ടാക്കിയ ഒരു മിൽക്കും ബട്ടറൊക്കെ ഇട്ട ബാറ്ററില്ലേ, അതൊക്കെ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് ഗൈസ് നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കി വെച്ചേക്കണം. ഇതിൻ്റെ അധികം പതിയെ ഒഴിച്ച് കൊടുക്കണം. ആൻഡ് ഗൈസ് നമ്മൾ എയർ ഫ്രയറിലാണ് വെച്ചേക്കുന്നത്. എയർ ഫ്രയറിൽ നമുക്ക് കേക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ആൻഡ് ഗൈസ് നമ്മളത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി പാർട്ട് 2 ആയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ബൈ ബൈ.